അന്നത്തെ ബെഞ്ച് മാർക്ക് ഫാർമസിയുടെ ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നൈപ്പർ എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നൈപ്പർ കേട്ടിട്ടുണ്ട്. അത് എഴുതിയെടുക്കുക, വിട്ടുകൊള്ളുക. ഇതായിരുന്നു ടീച്ചർമാരുടെ ഒരു ലൈൻ. അപ്പോൾ അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും വച്ചില്ല, ട്രൈ ചെയ്തു. അതിനുള്ള ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ഒരു GPAT എന്ന് പറയും, ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് എഴുതുക. അത് ക്വാളിഫൈ ആയാൽ മാത്രമേ നൈപ്പറിന്റെ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റൂ. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യണം. ഫസ്റ്റ് GPAT ക്വാളിഫൈ ചെയ്യണം. അത് ചെയ്തു. അതിനകത്ത് ഓൾ ഇന്ത്യ റാങ്ക് ഒരു 50,000-60,000 പേര് എഴുതുന്ന എക്സാമാണ്. അതിനകത്ത് 86 ആയിരുന്നു എൻ്റെ റാങ്ക്. കേരളത്തിൽ സെക്കൻഡ് റാങ്ക്. അത് കഴിഞ്ഞാൽ നൈപ്പർ എഴുതാം. ഇത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നൈപ്പറിന്റെ എൻട്രൻസ് എക്സാം എഴുതാം. അത് എഴുതി. അതിനകത്ത് 36 ആയിരുന്നു റാങ്ക്. അതും ഇത്രയും ആൾക്കാർ എഴുതുന്നതാണ്. അതിനകത്ത് നൈപ്പർ തന്നെ ഒരു 6-7 നൈപ്പേഴ്സ് ഉണ്ട്. അതിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്